ചെറുപ്പക്കാർക്ക് ഇഷ്ടമാണ്. അവർ പറയുന്നത് ടിക്കറ്റ് റേറ്റൊന്നും കുഴപ്പമില്ല, ഫാസ്റ്റായിട്ട് എത്തും, നല്ല ഭക്ഷണം തരുന്നുണ്ട്, ക്ലീനാണ്, നല്ല ഭംഗിയാണ്. അവർ അതിൻ്റെ കൂടെ സെൽഫി എടുക്കുന്നു. പണ്ട് ഏതെങ്കിലും ട്രെയിനിൻ്റെ കൂടെ പോയി എടുക്കുമോ? ഇല്ല. അപ്പോൾ ചെറുപ്പക്കാരുടെ മനസ്സ് മനസ്സിലാക്കുക. അവരെ നമ്മൾ നിരന്തരം കുറ്റപ്പെടുത്തും. ഈ തലമുറ ശരിയല്ല. ഇതേ തെറി നമ്മളും കേട്ടതാ, നമ്മൾ ചെറുപ്പക്കാർ. അതുകൊണ്ട് ചെറുപ്പക്കാർ പറയുന്നത് കേൾക്കാൻ പഠിക്കുക. അവർക്ക് പരമാവധി സൗകര്യം ചെയ്തു കൊടുത്ത് അവരെ ഹാപ്പിയാക്കാൻ നോക്കുക. മധ്യവയസ്കർ എന്ന് പറയുമ്പോൾ എന്താണ്? അവർ ഫിനാൻഷ്യൽ ബാക്ക് ബോൺ എന്ന് പറയും, അതായത് ജോലി ചെയ്യുന്നൊരു വിഭാഗമാണ്. അവർക്ക് രാവിലെ ഓഫീസിൽ പോകുന്നതും തിരിച്ചു വരവും വലിയൊരു പ്രശ്നമാണ്. അതായത് റോഡിലെ ബ്ലോക്ക്, ആ തടസ്സം, ഈ തടസ്സം, ഇതനുസരിച്ച് ഓഫീസിൽ പോകുമ്പോൾ വരുന്നവരത്ത് ആ ദേഷ്യം കാണിക്കും. തിരിച്ച് വീട്ടിലോട്ട് വരുമ്പോൾ ഇതേ പ്രശ്നം അഭിമുഖീകരിച്ച് വീട്ടിൽ വന്നാൽ വീട്ടിൽ സംഘർഷം. അപ്പോൾ നമ്മുടെ ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണം. വലിയ ട്രാഫിക് ബ്ലോക്ക് ഇല്ലാതാക്കണം. വീതിയുള്ള ഫുട്പാത്തുകൾ വരണം. കാരണം വാഹനമില്ല, നടന്നാൽ ആരോഗ്യം നല്ലതാണ്. ഇത് കഴിഞ്ഞ് പ്രായം ചെന്നവർക്ക്, അവർക്ക് ജീവിതത്തിൻ്റെ സായാഹ്നം ചെലവഴിക്കാനായിട്ട്, ഇപ്പോൾ നമ്മുടെ എക്സാമ്പിൾ കടപ്പുറത്ത് നമുക്കൊരു സൗകര്യങ്ങളില്ല. അതായത് കടപ്പുറം കെട്ടി വെച്ചിട്ടുണ്ട്, വൈകുന്നേരം അവിടെ ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് കപ്പലണ്ടി ഉണ്ട്, കുറച്ച് പോപ്കോൺ ഉണ്ട്, അവിടെ നിന്ന് കുറച്ച് ഫുഡ് പോയ്സൺ പിടിച്ചുകൊണ്ട് വീട്ടിൽ വരാം. അപ്പോൾ അതിനേക്കാൾ വാക്കിംഗ് ട്രാക്ക്, ആൾക്കാർക്ക് ഇരിക്കാനുള്ള നല്ല നല്ല സ്ഥലങ്ങൾ, സ്പേസസ് ഉണ്ടാക്കുക. ഇപ്പോൾ ഈ കോർണിഷ് എന്ന് പറയും, വിദേശ രാജ്യങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ കാണാം. വിദേശമല്ല, വികസിത രാജ്യങ്ങളിൽ കടപ്പുറം ഏരിയ എന്ന് പറയുന്നത് 10-20 കിലോമീറ്റർ ആൾക്കാർക്ക് ഉല്ലസിക്കാനുള്ള സ്ഥലമാണ്. നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കണം. എല്ലാ സംഭവങ്ങളും കൊടുക്കണം. പാർക്കിംഗ് സ്പേസ് ഉണ്ടാവണം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ, ജനജീവിതത്തിൽ നല്ലൊരു മെച്ചപ്പെടുത്തൽ ഉണ്ടാക്കാൻ നമുക്കൊരു ദിവസം കൊണ്ടൊന്നും നടക്കില്ല. പക്ഷെ നല്ല പദ്ധതികൾ ഇടുന്ന പദ്ധതികൾ നാളെ ഒരു ദിവസത്തേക്കാവരുത്, 100 കൊല്ലം കണ്ടുവേണം നമ്മൾ